ഈ യോഗത്തിൽ പ്രമുഖരായ കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയൊക്കെ പങ്കെടുത്തു. ഈ മീറ്റിംഗിനെ കുറിച്ച് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിശദീകരിച്ചിരുന്നെങ്കിലും ചില മാധ്യമങ്ങൾ പറയുന്നത് ഈ യോഗത്തിൽ പോലും KC വേണുഗോപാൽ പങ്കെടുത്തില്ല. അതുപോലെ തന്നെ കൃഷ്ണ അല്ലാവരു എന്ന് പറയുന്ന AICCയുടെ ബീഹാർ ഇൻചാർജ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിലെ അറേറിയയിൽ നിന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുറഹിമാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പോലും സീറ്റ് അവസാന നിമിഷമാണ് കിട്ടിയിരുന്നത്, വലിയ ബഹളം ഉണ്ടാക്കി കിട്ടിയതാണ്. കാരണം പ്രവർത്തിക്കുന്ന ആളുകൾക്കല്ല അവർ സീറ്റ് കൊടുത്തത്. അങ്ങനെ ഞാൻ അവസാനം വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. എല്ലാ സീറ്റും അവർ പ്രത്യേകിച്ച് അവിടുത്തെ PCC പ്രസിഡന്റ് ദുർബലനാണ് PCC പ്രസിഡന്റ് എന്നും ബീഹാറിലെ ഏറ്റവും പ്രമുഖനായ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ് താരിഖ് അൻവർ വരെ ആരോപിച്ചതാണ്. കാരണം അതേ രണ്ടുപേരെയാണ് കുറ്റപ്പെടുത്തിയത്. താരിഖ് അൻവർ കുറ്റപ്പെടുത്തിയത് രണ്ടുപേരെയാണ്. ഒന്ന് ബീഹാറിലെ PCC പ്രസിഡന്റിനെ, കാരണം 2 തവണ മാത്രം MLA ആയിട്ടുള്ള ആളെയാണ് PCC പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹം അത്ര പരിചിതനല്ല, അല്ലെങ്കിൽ സംഘടനാ പരിചയമില്ലാത്ത കഴിവില്ലാത്ത ഒരാളാണ് PCC പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണ അല്ലവരുവിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. AICC ഇൻചാർജ് ഇവരൊക്കെ തന്നെയാണ് ബീഹാറിലെ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് നേരത്തെ താരിഖ് അൻവർ പറഞ്ഞിരുന്നു. ഇപ്പൊ യോഗത്തിനകത്ത് വെച്ച് തന്നെ AICC ആസ്ഥാനത്ത് നടത്തിയ യോഗത്തിനകത്ത് വെച്ച് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ്.